प्यारे छात्रों नमस्कार। आज 8वीं कक्षा का दूसरा पाठ हमारे सामने है। डॉक्टर असगर वसाहत की एक एकांकी है। यह एकांकी का नाम है ज्ञान मार्ग। एकांकीकार का नाम है डॉक्टर असगर वसाहत। डॉक्टर असगर वसाहत हिंदी के जाने माने लेखक हैं। जाने माने लेखक അറിയപ്പെടുന്ന ഒരു ലേഖകനാണ്। उनके लेखन में कहानी, नाटक, उपन्यास आदि हैं। അല്ലെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ എന്തൊക്കെയുണ്ട്? കഹാനി, കഥയുണ്ട്, അല്ലെ നാടകമുണ്ട്, അതേപോലെ ഉപന്യാസവും ഉണ്ട്। इसके अलावा पटकथा के क्षेत्र में भी वे मशहूर हैं। ഇത് കൂടാതെ പട്കഥ അല്ലെ തിരക്കഥാ മേഖലയിലും ഇദ്ദേഹം എന്താണ് വളരെ പ്രസിദ്ധനാണ്। डॉक्टर असगर वसाहत की एक एकांकी है यह। इस एकांकी 3 राजकुमारों और उनके गुरु से संबंधित है। അല്ലെ ഈ ഏകാംഗി 3 രാജകുമാരന്മാരും അദ്ദേഹത്തിൻ്റെ ഗുരുവിനെയും സംബന്ധിച്ച ഒരു ഏകാംഗിയാണ്। ഏകാംഗി മാനെ ക്യാ ഹേ? ഏകാംഗി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകാംഗി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അംഗം മാത്രമുള്ള ചെറിയ നാടകത്തിൻ്റെ ഒരു രൂപമാണ്। നാടകത്തിൻ്റെ ഒരു ചെറിയ രൂപം, അതിലൊരൊറ്റ ഭാഗം മാത്രമേ ഉണ്ടാവുകയുള്ളൂ। ജ്ഞാൻ ആർജിത് കർണ മഹാൻ കാര്യ ഹേ, അല്ലേ? അറിവ് നേടുക എന്നുള്ളത് എന്താണ്? മഹത്തായ കാര്യമാണ്। और आर्जित ज्ञान का सही प्रयोग करना इससे भी महान कार्य है। നമ്മൾ നേടിയിരിക്കുന്ന അറിവ് അത് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് അതിലും മഹത്തരമായ കാര്യമാണ്। അറിവ് നേടുക എന്നുള്ളതിന് പോലെ തന്നെ മഹത്വമുള്ളൊരു കാര്യമാണ് നമ്മൾ നേടിയിരിക്കുന്ന അറിവിനെ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത്। इस एकांकी की ओर देखें। ज्ञान मार्ग। 3 राजकुमार गुरुकुल में अपनी पढ़ाई पूरी करने के बाद घर लौट रहे हैं। तीनों घने जंगल से गुजर रहे हैं। यहाँ 3 राजकुमार और उसके गुरु के बारे में बताते हैं। ഈ ഏകാംഗിയിലുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? 3 राजकुमार और उनके गुरु हैं, लेकिन ये राजकुमार और गुरु के नाम नहीं बताते हैं। എന്നാൽ ഈ ഏകാംഗിയിലെ രാജകുമാരന്മാരുടേതോ അതേപോലെ ഗുരുവിൻ്റെയോ പേര് പറയുന്നില്ല। 3 राजकुमार गुरुकुल में अपनी पढ़ाई पूरा करने के बाद അല്ലേ തൻ്റെ പഠിത്തം പൂർണ്ണമാക്കിയതിന് ശേഷം ഘർ ലൗട്ട് രഹേ ഹേ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്। तीनों घने जंगल से गुजर रहे हैं। घने जंगल എന്താണ്? തിക്ക് ഫോറസ്റ്റ്। 3 പേരും കടന്നു പോകുന്നത് ഏതിലൂടെയാണ്? ഒരു വലിയ കാട്ടിലൂടെയാണ്। അപ്പോൾ 3 राजकुमार गुरुकुल में अपनी पढ़ाई पूरी होने के बाद घर की ओर लौट रहे हैं। वे किस रास्ते से लौट रहे हैं? घने जंगल से लौट रहे हैं। राजकुमार 1, हम तीनों इस बात पर गर्व कर सकते हैं कि हमने ज्ञान प्राप्त कर लिया है। इस प्रकार जाते समय पहला राजकुमार 1 രാജകുമാരന്മാരിൽ ഒരാൾ, ഒന്നാമത്തെ രാജകുമാരൻ ഇങ്ങനെ പറഞ്ഞു, ഹം തീനോ ഇസ് ബാത് പർ ഗർവ് കർ സക്തേ ഹേ, നമുക്ക് 3 പേർക്കും ഈ കാര്യത്തിൽ അഭിമാനിക്കാം। ഏത് കാര്യത്തിലാണ്? ഹംനെ ജ്ഞാൻ പ്രാപ്ത് കർ ലിയാ ഹേ, നമ്മൾ എന്ത് നേടിയിട്ടുണ്ട്? അറിവ് നേടിയിട്ടുണ്ട്। ഈ കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം। राजकुमार 2, ये सुनकर राजकुमार 2 ने इस प्रकार कहा, संसार में कितने कम लोगों को यह सौभाग्य प्राप्त होता है। അല്ലെ സംസാർ എന്താണ്? ലോകം। അല്ലെ ലോകത്തിലെ കിത്തനെ കം ലോഗോं को ये सौभाग्य प्राप्त होता है, വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഈ സൗഭാഗ്യം ലഭിക്കുകയുള്ളൂ। ഏത് സൗഭാഗ്യമാണ്? ജ്ഞാൻ പ്രാപ്ത് करने का सौभाग्य। संसार में बहुत ही कम लोगों को मिलता है, ഈ ലോകത്തിലെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ। राजकुमार 3, पर हम सबका ज्ञान बराबर नहीं है। ये सुनकर
तीसरा राजकुमार ने इस प्रकार बताया. അപ്പോൾ ഇത് കേട്ടിട്ട് മൂന്നാമത്തെ രാജകുമാരൻ ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? पर हम सबका ज्ञान बराबर नहीं है. എന്നാൽ നമ്മൾ മൂന്ന് പേരുടെയും, നമ്മളെല്ലാവരുടെയും, ഇവിടെ ആരാളുള്ളത്? മൂന്ന് പേര് അല്ലേ? മൂന്ന് പേരുടെയും അറിവ് എന്തല്ല? ബരാബർ, ഈക്വൽ അല്ല, ഈക്വൽ അല്ല. രാജ്കുമാർ एक क्या मतलब है तुम्हारा? പഹല രാജകുമാരനെ പൂച്ച. क्या मतलब है तुम्हारा? താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത് അല്ലേ? നീ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? രാജ്കുമാർ 3 मेरा ज्ञान तुम दोनों के ज्ञान से अधिक है. ये सुनकर राजकुमार 3 ने इस प्रकार बताया. मेरा ज्ञान तुम दोनों के ज्ञान से अधिक है. എൻ്റെ അറിവ് നിങ്ങൾ രണ്ടുപേരുടെ അറിവിനേക്കാളും കൂടുതലാണ്. राजकुमार 1 कैसी मूर्खता वाली बातें कर रहे हो? मैं तुम दोनों से बड़ा हूँ, मेरे ही पास ज़्यादा ज्ञान है. राजकुमार 1 इस प्रकार बताया. राजकुमार 1 ने इस प्रकार बताया. कैसी मूर्खता वाली बातें कर रहे हो तुम? അല്ലേ? തും कैसी मूर्खता वाली बातें कर रहे हो? നീ എന്ത് വിഡ്ഢിത്തം നിറഞ്ഞ, മൂർഖത വാലി ഫോളിഷ്നെസ് അല്ലേ? എന്തൊരു വിഡ്ഢിത്തം നിറഞ്ഞ സംസാരമാണ് നീ സംസാരിക്കുന്നത്. മേ തും ദോനോ സെ ബഡാ ഹും. ഞാൻ നിങ്ങൾ രണ്ടുപേരേക്കാളും വലുതാണ്. മേരെ ഹി പാസ് സ്യാദാ ജ്ഞാൻ ഹേ. എൻ്റെ അടുത്ത് എന്താണ്? നിങ്ങളെക്കാൾ കൂടുതൽ അറിവുണ്ട്. राजकुमार 2 मैं तो गुरुकुल आने से पहले भी पढ़ता था, मेरा ज्ञान तुम दोनों से ज़्यादा है. राजकुमार 2 ने यह सुनकर इस प्रकार बताया. मैं तो गुरुकुल आने से पहले ही पढ़ता था. ഞാൻ എന്താണ്? ഗുരുകുലത്തിൽ വരുന്നതിന് മുമ്പേ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. मेरा ज्ञान तुम लोगों से ज़्यादा है. എൻ്റെ അറിവ് നിങ്ങളെക്കാൾ കൂടുതലാണ്. राजकुमार 1 मेरे पिता बहुत बड़े ज्ञानी हैं, उनका पुत्र होने के नाते मैं तुम दोनों से ज़्यादा विद्वान हूँ. राजकुमार 1 ने यह सुनकर इस प्रकार बताया. मेरे पिता बहुत बड़े ज्ञानी हैं. എൻ്റെ അച്ഛൻ വളരെ വലിയ പണ്ഡിതനാണ്. उनका पुत्र होने के नाते मैं तुम लोगों से ज़्यादा विद्वान हूँ. उनका पुत्र होने के कारण, नाते कारण അല്ലെ, അദ്ദേഹത്തിൻ്റെ പുത്രനായത് കാരണം मैं तुम लोगों से बहुत बड़ा विद्वान हूँ. ഞാൻ നിങ്ങളെക്കാൾ വലിയ പണ്ഡിതനാണ്. राजकुमार 2 पिता से क्या होता है? मेरी तो माता जी देश की मानी हुई विदुषी है. मैं उनके पेट में 9 महीने रहा हूँ. तुम दोनों मेरा मुकाबला नहीं कर सकते. यह सुनकर दूसरा राजकुमार ने इस प्रकार बताया. पिता से क्या होता है? ओ അച്ഛൻ ജ്ഞാനിയായതുകൊണ്ട് എന്താണ്? मेरी तो മാതാജി ദേശ് കി മാനി ഹുയി വിദുഷി ഹെ. എൻ്റെ അമ്മ അല്ലെ ദേശത്തിലെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വിദുഷി അല്ലെ, ഒരു പണ്ഡിതയാണ്. मैं उनके पेट में 9 महीने रहा हूँ. ഞാൻ അവരുടെ വയറ്റിലെ അല്ലെ 9 മാസം കിടന്നിട്ടുണ്ട്. തും ദോനോ മേരാ മുക്കാബല നഹി കർ സക്തേ. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ നേരിടാൻ കഴിയില്ല. राजकुमार 3 मेरे घर के सेवक तक महापंडित हैं, तुम दोनों मेरे आगे मूर्ख हो. ये सुनकर राजकुमार 3 ने इस प्रकार बताया. मेरे घर के सेवक तक पंडित है. എൻ്റെ വീട്ടിലെ വേലക്കാരൻ വരെ ആരാണ്? പണ്ഡിതനാണ്. തും ദോനോ മേരെ ആകെ മൂർഖ് ഹോ. നിങ്ങൾ രണ്ടുപേരും എന്താണ്? എൻ്റെ മുന്നിൽ വിഡ്ഢികളാണ്. राजकुमार 1 यही बात है तो चलो परीक्षा हो जाए. ये सुनकर राजकुमार 1 ने फिर भी इस प्रकार बताया. എന്താ പറഞ്ഞത്? യഹി ബാത് ഹെ തോ ചലോ പരീക്ഷ ഹോ ജായ്. ഇങ്ങനെയാണ് കാര്യമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് എങ്ങനെയാണ്, ആർക്കാണ് ജ്ഞാനമെന്ന് പരീക്ഷിക്കുക തന്നെ വേണം. രാജ്കുമാർ 3 യഹി ബാത് ഹെ തോ തും അപ്നെ ജ്ഞാൻ കാ പരിചയ ദോ. അപ്പം ഇങ്ങനെയാണ് കാര്യമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യണം? നിങ്ങളുടെ അറിവ് എത്രയുണ്ട് എന്ന് കാണിച്ചു തരണം. राजकुमार 2 ज्ञान का परिचय ज्ञानी को दिया जाता है, मूर्खों को नहीं. राजकुमार 2 ने परिहास करते हुए इस प्रकार बताया. രാജകുമാരൻ അല്ല, രണ്ടാമത്തെ രാജകുമാരൻ പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ജ്ഞാൻ കാ പരിചയ ജ്ഞാനിക്കോ ദിയാ ജാതാ ഹെ. അല്ലേ, അറിവ് ആരെയാണ് പരിചയപ്പെടുത്തുക? അറിവുള്ളവരെയാണ്. ബൽക്കി മൂർഖോ കോ നഹി, മറിച്ച് ആരെയല്ല? വിഡ്ഢികളെ അല്ല. രാജ്കുമാർ 3 तुम मेरा अपमान कर रहे हो.
तो यह सुनकर राजकुमार 3 ने इस प्रकार पूछा, तुम वास्तव में मेरा अपमान कर रहे हो? നീ ശരിക്കും എന്നെ അപമാനിക്കുകയാണോ? राजकुमार 1, अपने ज्ञान का परिचय दो, नहीं तो हम तुमको दंड देंगे. यह सुनकर राजकुमार 1 ने इस प्रकार बताया. എന്താ പറഞ്ഞത്? अपने ज्ञान का परिचय दो, നിങ്ങൾ നിങ്ങളുടെ അറിവ് എത്രയുണ്ടെന്ന് കാണിക്കണം. नहीं तो हम तुमको दंड देंगे, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ദണ്ഡ് എന്താണ്? ശിക്ഷ, പണിഷ്മെൻറ്റ് അല്ല, ഞാൻ നിങ്ങൾക്ക് ശിക്ഷ തരും. राजकुमार 2 इधर उधर देखता है, उसे किसी जानवर की हड्डियाँ पड़ी दिखाई देती है. ऐसा कहकर राजकुमार 2 इधर उधर देखता है. രാജകുമാരൻ, രണ്ടാമത്തെ രാജകുമാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. उस समय उसे किसी जानवर की हड्डियाँ दिखाई देती है. അപ്പോഴാണ് അദ്ദേഹം എന്തോ ഒന്ന് കാണുന്നത്. എന്താണത്? എക് ജാൻവർ കി ഹഡ്ഡിയാം ഹേ യഹ്. അത് ഒരു ജാൻവർ എന്താണ്? ഏതോ ഒരു മൃഗത്തിൻ്റെ എല്ലുകളായിരുന്നു. രാജ്കുമാർ 2, യേ ഹഡ്ഡിയാം ദേഖ് രഹേ ഹോ, നിങ്ങൾ ഈ എല്ലുകളെ കണ്ടോ? രാജ്കുമാർ 1, हाँ, അതെ. राजकुमार 2, मैं अपने ज्ञान से बता सकता हूँ कि ये हड्डियाँ शेर की है. वह दूसरा राजकुमार ने इस प्रकार बताया, मैं अपने ज्ञान से यह बता सकता हूँ, എനിക്ക് എൻ്റെ അറിവ് കൊണ്ട് ഇത് പറയാൻ കഴിയും. ഈ ഹഡ്ഡിയാം കിസ് ജാൻവർ की है, ഈ എല്ലുകളെ ഏത് ജാൻവറിൻ്റെതാണെന്ന്, ഏത് മൃഗത്തിൻ്റെതാണെന്ന് എനിക്ക് പറയാൻ കഴിയും. कि ये हड्डियाँ शेर की है, ഇത് മറ്റാരുടേതുമല്ല. ये हड्डियाँ शेर की है, ആരുടേതാണ്? ഷേർ, ലയൺ അല്ല, സിംഹത്തിൻ്റെ എല്ലുകളാണിവ. राजकुमार 3, बस ये तो मामूली बात है, मैं तो अपने ज्ञान से इन हड्डियों पर मांस, उनमें रक्त और उसके ऊपर घाल मट सकता हूँ. लो मैं मंत्र पढ़ता हूँ. राजकुमार 3, बस ये तो मामूली बात है. क्या मामूली बात है? ये हड्डियों को किसका हड्डी है ये पहचानना മാമൂലി ബാത്ത് ഹെ അല്ലേ. ഈ എല്ലുകൾ കണ്ടിട്ട് ഇത് ആരുടെ എല്ലുകളാണ് എന്ന് തിരിച്ചറിയുന്നത് എന്താണ്? ഒരു സാധാരണ കാര്യമാണ്. मैं तो अपने ज्ञान से इन हड्डियों पर मांस उनमें रक्त और उसके ऊपर घाल मट सकता हूँ. എന്നാൽ എനിക്ക് ഈ എല്ലുകളിലെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? മാംസവും രക്തവും അതേപോലെ ഖാൽ എന്താണ്? സ്കിന്ന് അല്ലേ. അതിന് സ്കിന്ന്, ഇതിൻ്റെ ത്വക്കും ഒക്കെ ഉണ്ടാക്കാൻ എനിക്ക് കഴിയും. ലോ മേ മന്ത്ര പഠിത്താഹും. കണ്ടോ, ഞാൻ മന്ത്രം ചൊല്ലുകയാണെന്ന് പറഞ്ഞ് മൂന്നാമത്തെ രാജകുമാരൻ മന്ത്രം ചൊല്ലാൻ തുടങ്ങി. राजकुमार 3 मंत्र पढ़ता है और शेर की हड्डियों पर मांस, उनमें रक्त और उसके ऊपर घाल आ जाती है. രാജ്കുമാർ 3 मंत्र पढ़ता है. അപ്പോൾ മൂന്നാമത്തെ രാജകുമാരൻ മന്ത്രം ചൊല്ലി തുടങ്ങി. और शेर की हड्डियों पर मांस, रक्त और घाल आ जाती है. അപ്പോഴേക്കും ആ സിംഹത്തിൻ്റെ എല്ലുകൾക്ക് മുകളിലെ എന്തൊക്കെ വന്നു? രക്തവും മാംസവും സ്കിന്നും ഒക്കെ വന്നു അല്ലേ, ത്വക്കും ഒക്കെ വന്നു. രാജ്കുമാർ 1, अरे हाँ ये तो हो गया. ये देखकर राजकुमार 1 ने आश्चर्य के साथ इस प्रकार बताया, अरे हाँ यह तो हो गया. ഇപ്പോഴും ശരിക്കും ഇതെന്തായി? ഷേർ ഹോ ഗയ, ഒരു സിംഹമായി. राजकुमार 3, मूर्खो अब तो तुम समझे मैं तुम सबसे बड़ा विद्वान हूँ. और राजकुमार 3 ने इस प्रकार बताया അല്ലേ. അപ്പോൾ മൂന്നാമത്തെ രാജകുമാരൻ ഇങ്ങനെ പറഞ്ഞു, മൂർഖോ അബ് तो तुम समझे, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, मैं तुम सबसे बड़ा विद्वान हूँ, ഞാൻ നിങ്ങൾ രണ്ടുപേരെക്കാളും വലിയ പണ്ഡിതനാണ്. राजकुमार 1, लेकिन क्या तुम इसमें प्राण भी डाल सकते हो? ये सुनकर राजकुमार 1 ने इस प्रकार पूछा, അല്ലേ, क्या तुम इसमें प्राण भी डाल सकते हो? അങ്ങനെയാണെങ്കിൽ നിനക്കിതിന് ജീവൻ നൽകാൻ കഴിയുമോ? राजकुमार 3, नहीं, पर यह तो तुम भी नहीं कर सकते. राजकुमार 3 ने बताया, नहीं, अल्लाह इसको जीवन देना मेरा काम नहीं है, ये मुझे संभव नहीं है, ഇതെനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു. मैं इसमें प्राण भी, यह तो तुम भी नहीं कर सकते, അല്ലെ यह काम तुम भी नहीं कर सकते. ഈ പ്രവൃത്തി എന്താണ്? നിങ്ങൾക്കും ചെയ്യാൻ കഴിയില്ല. ഏത് പ്രവൃത്തി? ये शेर को जीवन देना, അല്ലെ ഈ സിംഹത്തിന് ജീവൻ കൊടുക്കാൻ നിങ്ങൾക്കും കഴിയില്ല. राजकुमार 1,
मैं इसमें प्राण भी डाल सकता हूँ। ये सुनकर राजकुमार एक ने इस प्रकार बताया, लेकिन मुझे ये कर सकता हूँ. എന്നാൽ എനിക്ക് ഇത് ചെയ്യാൻ കഴിയും. എന്താണ്? ഈ ശേർക്കോ പ്രാൺ ദേ സക്താ ഹും. എനിക്ക് ഈ സിംഹത്തിന് പ്രാണൻ കൊടുക്കാൻ കഴിയും. രാജ്കുമാർ ദോ पर ऐसा मत करना. രാജ്കുമാർ ദോനെ ഡർത്തെ ഹുए इस प्रकार बताया. അല്ലേ, പേടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. पर ऐसा मत करना, എന്നാൽ അങ്ങനെ ചെയ്യരുത്. രാജ്കുമാർ ഏക് ക്യോം, അല്ലേ, തും ക്യോം ऐसा कहते हो, നീ എന്താ അങ്ങനെ പറയുന്നത്? രാജ്കുമാർ ദോ उसके बाद शेर हमें खा जाएगा. जीवन मिलेगा तो ये शेर क्या करेगा? हमें खा जाएगा. അപ്പോൾ ജീവൻ ലഭിച്ചു കഴിഞ്ഞാൽ ഈ സിംഹം എന്ത് ചെയ്യും? നമ്മളെ തിന്നും. രാജ്കുമാർ ഏക് पर मुझे तो सिद्ध करना है कि तुम दोनों से बड़ा ज्ञानी हो. राजकुमार एक ने इस प्रकार बताया, लेकिन मुझे अब यह सिद्ध करना है. എന്നാൽ എനിക്കിപ്പോൾ തന്നെ ഇത് തെളിയിക്കണം. എന്താണ്? मैं सबसे बड़ा ज्ञानी हूँ. ഞാനാണ് ഏറ്റവും വലിയ ജ്ഞാനി. राजकुमार 3 नहीं नहीं शेर हमें खा जाएगा. उनको रोकते हुए രാജ്കുമാർ 3 इस प्रकार कहा. അല്ലേ, മൂന്നാമത്തെ രാജകുമാരൻ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? നെഹി നെഹി ഷേർ ഹമേ ഖാ ജായേഗ. വേണ്ട വേണ്ട, സിംഹം നമ്മളെ തിന്നു. രാജ്കുമാർ ഏക് मंत्र पढ़ता है और शेर जीवित हो जाता है. शेर दहाड़ कर उनकी तरफ बढ़ता है. वे बचने की कोशिश करते हैं. രാജ്കുമാർ ഏക് मंत्र पढ़ता है. രാജകുമാർ, ഒന്നാമത്തെ രാജകുമാരൻ മന്ത്രം ചൊല്ലാൻ തുടങ്ങി. और शेर जीवित हो जाता है. क्या हो गया? शेर जीवित हो उठा. അല്ലേ, ഷേറെ ജീവനോടെ എഴുന്നേറ്റു. ഷേർ ദഹാഡ് കർ ഉൻകി തരഫ് ബഡ്താ ഹേ. അല്ലേ, ഷേർ എന്താണ്? അലറി വിളിച്ചുകൊണ്ട് അവരുടെ നേരേക്ക് പാഞ്ഞെടുത്തു. വേ ബച്ചനെ കി കോശിഷ് കർത്തെ ഹേ. അവരെന്ത് ചെയ്തു? രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. രാജ്കുമാർ ദോ അബ് ഹം ബച്ച് നഹി സക്തേ. അല്ലേ, ഇപ്പോഴാണ് രണ്ടാമത്തെ രാജകുമാരൻ പറയുന്നത്, ഇനി നമുക്ക് എന്താണ്? രക്ഷപ്പെടാൻ കഴിയില്ല. രാജ്കുമാർ 3 शेर हमें खा ही जाएगा. ये निश्चय है. അല്ലേ, ഇത് തീർച്ചയാണ്. शेर हमें खा ही जाएगा, നമ്മളെ സിംഹം തിന്നുക തന്നെ ചെയ്യും. രാജ്കുമാർ 2 അരേ വോ ദേഖോ കോൻ ആ രഹാ ഹേ. അല്ലേ, അത് നോക്കൂ, ആരാണ് വന്നുകൊണ്ടിരിക്കുന്നത്? രാജ്കുമാർ 3 അരേ വോ തോ ഗുരുജി ഹേ. അല്ല, ഇത്തനമേ ഗുരുജി വഹാം ആ ജാത്തെ ഹേ. അപ്പോഴേക്കും അവിടെ ആര് വന്നെത്തി? ഗുരു വന്നെത്തി. ഗുരുജി പാസ് ആ ജാത്തെ ഹേ. ഗുരുജി അവരുടെ അടുത്തേക്ക് വന്നു. രാജ്കുമാർ 2 ഗുരുജി ഹം ലോഗ് സങ്കട് മേ പഡ് ഗയേ ഹേ. അല്ലേ, ഗുരുജി ഞങ്ങളെ വിഷമത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഗുരു മേ ജാൻതാ ഹും. രാജ്കുമാർ 1 ഗുരുജി ഹമാരി ജാൻ ബച്ചായിയേ. ഗുരു ने इस प्रकार बताया, मैं जानता हूँ. അല്ലേ, എനിക്ക് അറിയാം. അപ്പം രാജ്കുമാർ 1 ने ഗുരുജി से इस प्रकार വിൻതി കി. അല്ലേ, ഗുരുവിനോട് ഇങ്ങനെ അഭ്യർത്ഥിച്ചു. എന്താ പറഞ്ഞത്? ഗുരുജി ഹമാരി ജാൻ ബച്ചായേ. ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചാലും. ഗുരു मुझे मालूम था कि तुम लोगों के अंदर अभी अहंकार बहुत है और तुम अपने ज्ञान का नुकसान भी कर सकते हो. इसलिए मैं तुम लोगों के पीछे पीछे आ रहा था. मुझे मालूम था कि तुम लोगों के अंदर अभी अहंकार बहुत है. ഗുരു പറയാണ്, എനിക്കറിയാമായിരുന്നു നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? വലിയ അഹങ്കാരമുണ്ടായിരുന്നു. और तुम अपने ज्ञान का नुकसान भी कर सकते हो. നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിനെ നഷ്ടപ്പെടുത്താൻ കഴിയുമെന്നെനിക്ക് അറിയാമായിരുന്നു. നഷ്ടപ്പെടുത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. इसलिए मैं तुम लोगों के पीछे पीछे आ रहा था. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പിന്നാലെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. രാജ്കുമാർ 1 गुरुजी मुझसे बड़ी गलती हो गई है. शेर हम सबको खा जाएगा. राजकुमार 1 ने बताया. എന്താ പറഞ്ഞത്? ഗുരുജി മുझसे बड़ी गलती हो गई है. गलती मिस्टेक. അല്ലേ, ഞങ്ങളുടെ അടുത്ത് ഒരു വലിയൊരു തെറ്റ് സംഭവിച്ചു. ഷേർ ഹം സബ്കോ ഖാ ജായേഗ. സിംഹം ഞങ്ങളെല്ലാവരെയും തിന്നുമായിരുന്നു. ഗുരുജി അബ് മേ അപ്നെ ജ്ഞാൻ സേ ഇസ് ഷേർ കോ ബക്കരി ബനാ ദൂംഗ.
अल्ले गुरुजी ने इस प्रकार बताया, मैं अपने ज्ञान से इस शेर को बकरी बना दूंगा. ഞാൻ എന്ത് ചെയ്യും, എൻ്റെ അറിവ് കൊണ്ട് ഈ സിംഹത്തെ ഒരു ബക്കരി, ബക്കരി എന്താണ്, ഗോട്ട്, ഒരു ആടാക്കിയിട്ട് മാറ്റും. गुरु मंत्र पढ़ता है, शेर बकरी बन जाता है और मिमी आने लगता है. इतना कहकर ഗുരു മന്ത്ര പഠിത്താ ഹേ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഗുരു മന്ത്രം ചൊല്ലാൻ തുടങ്ങി. ഷേർ ബക്കരി ബൻ ജാത്താ ഹേ. അല്ലേ, ഷേർ എന്തായി തീർന്നു, ഒരു ആടായിട്ട് മാറി. അവർ മിമി ആനെ ലഗ്താ ഹേ. എന്നിട്ട് എന്താ ചെയ്യാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ഗുരുജി, ശിഷ്യോ ധ്യാൻ രഹേ, വഹ് ജ്ഞാൻ जिससे अपना या दूसरों का नुकसान हो ज्ञान नहीं बल्कि अज्ञान है. ज्ञान तो सबकी भलाई के लिए ही होता है. അല്ലേ, അപ്പോൾ ഗുരുജി ശിഷ്യന്മാർക്ക് ഉപദേശമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ശിഷ്യോ ധ്യാൻ രഹേ. അല്ലേ, ശിഷ്യന്മാരെ ശ്രദ്ധിച്ചാലും, ധ്യാൻ സെ സുനിയെ, ശ്രദ്ധയോടെ കേട്ടാലും, वह ज्ञान जिससे अपना या दूसरों का नुकसान हो ज्ञान नहीं बल्कि अज्ञान है. दूसरों को नुकसान देने वाला ज्ञान वास्तव में अज्ञान है. അല്ലെ, മറ്റുള്ളവർക്ക് നഷ്ടം വരുത്തുന്ന അറിവ് വാസ്തവത്തിൽ എന്താണ്, അജ്ഞതയാണ്. ജ്ഞാൻ തോ സബ്കി ഭലായി കെ ലിയേ ഹി ഹോത്താ ഹേ. അറിവെന്ന് പറയുന്നത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. सभी अभिनेता एक साथ कई बार कहते हैं ज्ञान तो सबकी भलाई के लिए ही होता है. ഈ ഏകാംഗിയുടെ അവസാനം എല്ലാ അഭിനേതാക്കളും കൂടെ ഒരുമിച്ച് പറയുകയാണ്, ജ്ഞാൻ സബ്കി ഭലായി കെ ലിയേ ഹോത്താ ഹേ. അറിവ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഉള്ളതാണെന്നാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഏകാംഗി. എൻ്റെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുകയുള്ളൂ. ധന്യവാദം.